എല്ലാവർക്കും പാരമ്പര്യയുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. എല്ലാവർക്കും ഒരു നല്ല സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു നല്ല പുതുവർഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു പ്ലം കേക്കിന്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി ഒന്ന് ഉണ്ടാക്കിയും കൂടെ നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആ കമന്റ് ബോക്സിലും കൂടെ ഒന്ന് അറിയിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അപ്പം നമുക്ക് ആ റെസിപ്പിയിലോട്ട് പോവാം. നല്ലൊരു അടിപൊളി പ്ലം കേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ന്യൂ ഇയർ എന്ന് പറയുന്നത് ഈ പ്ലം കേക്കുകളുടെയൊക്കെ ഒരു സീസൺ ആണല്ലോ. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ അതേ അടിപൊളി ടേസ്റ്റിൽ, അടിപൊളി മണത്തിൽ, നല്ല കളറിൽ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഈ പ്ലം കേക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഞാൻ അതിനായിട്ട് ഒരു 200 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ ഈ അരിപ്പിൽ വെച്ച് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കുന്നു. ഒരു പ്രാവശ്യമല്ല, ഒരു 2-3 പ്രാവശ്യം അരച്ചെടുത്താൽ അത്രയും നല്ലതാണ്. കാരണം എല്ലാ മാവുമായിട്ട് ആ പൗഡറുകളൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സായി കിട്ടും. ഇനി നമുക്ക് 200 ഗ്രാം മൈദയ്ക്ക് ഒരു 150 ഗ്രാം പഞ്ചസാര ഞാൻ പൊടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഒരു തക്കോലം, ഒരു ഗ്രാമ്പു, 2 ഏലക്ക ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ കളറ് കൊടുക്കുന്നത് നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോഴാണ് കേക്കിന് കളറ് വരുന്നത്. ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അടുപ്പിലിട്ടിട്ടുണ്ട്. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആദ്യം. അത് ചുമ്മാതെ അങ്ങനെ ഇരുന്ന് ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അവസാനം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് അടുപ്പ് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. ഒരു ബൗളിൽ 3 കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ ഒരു ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ എങ്ങാനും നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പതഞ്ഞ് മിക്സിയിലിട്ട് പതയ്ക്കുന്നതിനെക്കാട്ടിയും ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് കേക്ക് നല്ല പഫി ആയിട്ട് വരുന്നത്. ഒരു 5 മിനിറ്റ് വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഇതുപോലെ ഈ പദത്തിന് നല്ല സോഫ്റ്റായിട്ട് നല്ല പഫി ആയിട്ട് ഇത് പൊങ്ങി വരും. അതിലോട്ട് നമുക്ക് പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ 200 ഗ്രാം മൈദയ്ക്ക് 100 ഗ്രാം ബട്ടറാണ് ചേർക്കാൻ പോകുന്നത്. ഈ ബട്ടറും കൂടെ ഇട്ട്, അത് ചെറിയ പാത്രമാണ്, അതിലിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി ആ മുട്ട നമ്മൾ ബീറ്റ് ചെയ്തതും ബട്ടറും പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ യോജിപ്പിച്ച് വെച്ചിരുന്ന ഈ കൂട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ മൈദ മാവിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വനില എസൻസോ പൈനാപ്പിൾ എസൻസോ ഒഴിക്കാം. ഞാൻ ഒഴിച്ചില്ല. തലേ ദിവസം രാത്രി ഞാൻ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ട്, കുരുവൊക്കെ കളഞ്ഞിട്ട് ജ്യൂസ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് നട്ട്സ്, കുറച്ച് ബദാം, കുറച്ച് കറുത്ത മുന്തിരി, കുറച്ച് ഡേറ്റ്സ് ഇത്രയും ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ആ ഓറഞ്ച് ജ്യൂസൊക്കെ അതിൽ പിടിച്ച് നന്നായിട്ട് ഊറിയിരിക്കുകയാണ്. അത് നമുക്ക് നല്ല കേക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഞാൻ ഈ ഓറഞ്ച് ജ്യൂസിൻ്റെയൊക്കെ ഫ്ലേവർ ഉള്ളതുകൊണ്ടാണ് പിന്നെ പൈനാപ്പിൾ എസൻസ് ഒന്നും ഒഴിക്കാതിരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി പല കളറുകളിൽ കിട്ടും. നമുക്ക് ആവശ്യത്തിന് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതലിടാം. ഇതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമ്മൾ ആ കാരമലൈസ് ചെയ്ത് വെച്ചിരുന്ന പഞ്ചസാര സിറപ്പ് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലായി നമ്മുടെ ബാറ്റർ. അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇത്രയും കട്ടിക്കാണ് ഇരിക്കേണ്ടത് പ്ലം കേക്കിൻ്റെ ബാറ്റർ. സാധാരണ കുറച്ചുകൂടെ ഒന്നും വെള്ളമായി പോകരുത്, കുറച്ച് കട്ടി തന്നെ ആയിരിക്കണം പ്ലം കേക്കിൻ്റെ ബാറ്റർ. ഇതുപോലെ ഈ പരുവത്തിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്കിത് ഒഴിച്ചു വെക്കാനുള്ള കേക്ക് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു റൗണ്ട് ട്രേയിൽ നമ്മൾ വെക്കുന്നതായിരിക്കും പ്ലം കേക്ക് നന്നായിട്ട് കിട്ടുക സ്ക്വയർ ട്രേയേക്കാളും.
ഞാൻ കേക്ക് ട്രേയിൽ അല്പം നെയ്യ് ഒന്ന് പുരട്ടിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിൻ്റെ മേളിലും അല്പം നെയ്യ് തേച്ച് ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനെ ചുറ്റി ആ റൗണ്ട് സ്ഥലങ്ങളിലെല്ലാം നെയ്യ് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്ക മുന്തിരി മേളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഞാനൊരു കുക്കറിൽ ഒരു റിങ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ അത് പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ മേളിലൊരു പ്ലേറ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് ആ പാത്രം വെച്ച് കൊടുത്തു. കുക്കറിൻ്റെ അടപ്പല്ല, ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു വെയിറ്റാണ് ഞാൻ വെച്ച് കൊടുത്തത്. നമ്മുടെ പ്ലം കേക്ക് ഇതേ 40 മിനിറ്റിന് ശേഷം ഞാൻ പുറത്തെടുത്തു. നല്ല റെഡി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 30 to 40 മിനിറ്റ് വരെ നമ്മൾ അടുപ്പിൽ വെച്ചാൽ മതി, മീഡിയം ഫ്ലെയിമിൽ. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തുറന്നപ്പം തന്നെ എന്തൊരു മണം അറിയോ, വീട്ടിനകത്ത് മൊത്തം കേക്കിൻ്റെ മണം. അപ്പം നന്നായിട്ട് നമുക്ക് പ്ലം കേക്ക് കിട്ടിയിരിക്കുകയാണ്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ അതുപോലെ കട്ടി പീസും നല്ല സോഫ്റ്റായിട്ടും അതേ ടെക്സ്ചറോട് കൂടിയാണ് നമുക്ക് നമ്മുടെ കേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ പ്ലം കേക്ക് വീട്ടിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ. ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഇതുപോലെ ന്യൂ ഇയറിന് വേറെ എന്തെങ്കിലും നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അപ്പം അതുവരെ ഹാവ് എ ഗുഡ് ഡേ. ബൈ.